കൊടുങ്കാട് വൈബിലൂടെ ഒരു യാത്ര. ഇത് നമ്മളൊരു പഴയ ഒരു വീടാട്ടോ കാണിച്ചു തരാൻ പോണത്. പഴയത് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പഴയത്. എനിക്ക് തോന്നുന്നു ഒരു 100 വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് ഇതിന്. ഇത് നമ്മളൊരു ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു പഴഞ്ചൻ വീട് ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ട ഒരു പ്രേതാലയം മാതിരിയൊക്കെ ഇങ്ങനെ തോന്നും, അത്രയും പഴക്കമുണ്ട്. ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ താമസക്കാരൊന്നുമില്ല. അല്ലേ, മണ്ണായിരുന്നു. മണ്ണ് മൊത്തം മണ്ണിലുണ്ടാക്കിയതായിരുന്നു. എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ചാടി. കാരണം മഴ പെയ്തിട്ടൊക്കെ പൊടിഞ്ഞ് ചാടി. ഇനിയിപ്പോൾ ഞാനിതിന്ന് പൊളിഞ്ഞാടുമെന്ന് അറിയില്ല കേട്ടോ. അയ്യോ അല്ലേ, ഫുൾ മണ്ണാണ്. കാണാനൊക്കെ നല്ല വൈബുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സിറ്റ് ഔട്ടാണിത്. അതെ ഇതുണ്ടല്ലേ, സിറ്റ് ഔട്ട് ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന തിണ്ടും കാര്യങ്ങളാണ്. ഇത് നമ്മളെ വീട്ടിലുള്ള പോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. മച്ചുണ്ട് കേട്ടോ ഇതിൽ. നമ്മളെ ആഗ്രഹിക്കുന്ന ആ ഒരു മച്ച് ഇതിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പേടിയാണ്. കാരണം എപ്പോഴതൊക്കെ പാടെ പൊട്ടിച്ചാടുകയെന്നാവും. ഇവിടെ എന്തോ റബ്ബറിൻ്റെ ഒരു ഇതുണ്ട്. ഇതായി നമ്മളെ പത്തായപ്പുര കേട്ടോ. നമ്മളെ വാതിൽ കണ്ടില്ലേ, നമ്മളെ കയ്യിലുള്ള സെയിം വാതിൽ പത്തായപ്പുരയാണ്. പണ്ടത്തെ പത്തായപ്പുരേൻ്റെ ആ ഒരു ഇതാണ്. ഇത് തോന്നുന്നു എനിക്ക് ഇവിടെ ഒരു മൊത്തത്തിലൊരു കറങ്ങി അടിക്കുന്നൊരു ഇതുണ്ടായിരുന്നു, വരാന്ത ഉണ്ടായിരുന്നു. ആ വരാന്തയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അല്ല, ഇത് അടുക്കളയാണ്. അടുക്കള എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. മുകളിലേക്ക് നമുക്ക് കയറാനൊരു വഴിയില്ല. കാരണം അവിടെ നോക്കട്ടെ, മുകളിലേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കയറാം. ഇത് എന്താവും ഇതിൻ്റെ അവസ്ഥ എന്നറിയാത്തതുകൊണ്ടാണ്. നോക്കാം, നമുക്കൊന്ന് കയറി നോക്കാം. അത് കയറേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, പാമ്പൊക്കെ ഉണ്ടാവുക കേട്ടോ. മേപ്പം കൂട്ടും. ഇതല്ലേ, മുകളിൽ മച്ചിൻ്റെ മേലെയാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുക്കള കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ മച്ച് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിരിക്കും ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാവുക. ഈ ഭാഗം മച്ചിലേക്ക് കയറുന്ന കോണിയുടെ മരം കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു സൈഡിലേക്ക് മച്ചിൻ്റെ ഉള്ളിലേക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഞാനിത് പൊന്തിച്ച് പിടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒരു വൈബ് ഏരിയ തന്നെയാണ്. ഉള്ളൊരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാട്ടോ. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നൊരു വീടായിരിക്കും ഇത്. നമ്മുടെ പത്തായപ്പുരേൻ്റെ വൈബ് ഉണ്ടല്ലേ അതിൻ്റെ. ഇത് നമ്മൾ പത്തായപ്പുരയിൽ അരി ഇട്ട് വയ്ക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഇടയാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ നിറച്ച് ഇങ്ങനെ വയ്ക്കും. ഞാൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ഒരു വീഡിയോ. ഒരു വീടിൻ്റെ ഇപ്പോഴും അതേപോലെ നിൽക്കുന്നൊരു വീടിൻ്റെ വീഡിയോ ഉണ്ട്. പത്തായപ്പുരേൻ്റെ വാതിൽ വയ്ക്കുന്നതും അതായത് ഇത് അടച്ച് വയ്ക്കുന്നതൊക്കെ. അരി ഒരുപാടുള്ള സമയത്ത്, നെല്ലും ഇതൊക്കെ കുത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കാഴ്ചയാണിത്. ഇതാണ് ഇവിടേക്കുള്ള വഴി കേട്ടോ. ഈ വഴി കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വരിക ചെയ്യുക. അതായത് ഇതിൻ്റെ ഇപ്പോൾ ഇവർ പറഞ്ഞത്, ഇതിൻ്റെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഈ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ റൗണ്ട് ഒരു ചതുരത്തിൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് പറഞ്ഞാൽ നമ്മൾ പഴയ ഒരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയ്ക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കയറി പോവുകയാണത്. താഴത്ത് 2 മേലെ ഒറ്റ നീളത്തിൽ കിടക്കുന്നൊരു മച്ച് മാത്രമായിരുന്നു. 20ഓളം കുടുംബങ്ങളല്ല, 20ഓളം ആളുകൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഇത്. ഇപ്പോൾ എല്ലാവരും ഓരോ വീടുകളൊക്കെ ആയിട്ട് മാറി താമസിച്ചു. ഓരോരുത്തർ ഓരോ കുടുംബങ്ങളൊക്കെ ആയിട്ട് മാറി. ഇപ്പോൾ കുടുംബത്തിലേക്ക് മാറിയില്ലേ. പണ്ട് കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് എല്ലാവരും നല്ല വൈബായിരുന്നു. അത് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അണുകുടുംബം താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇവർ കുളിച്ചിരുന്ന ഏരിയയാണിത്. നമ്മൾ പണ്ട് കാലത്ത് റോഡിനൊന്നും അത്ര പ്രാധാന്യമില്ലല്ലോ. അന്ന് ഇതിലായിരുന്നു അവരെ നടക്കുന്ന വഴി. അപ്പോൾ ഇതിൽ നല്ല വെള്ളമുള്ള സമയത്ത് ഇതിൽ തന്നെ ആയിരുന്നു അവർ. ഇതിലെ ഈ കുളിയുടെ ഇതിലെങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ കാണുന്ന ആ വീട് ഇവിടെ കേട്ടോ. ഇത് കൂടെ നേരെ നടപ്പാതെയാണ് അവിടേക്കുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെ നല്ല ടാറിങ്ങുള്ള റോഡായി. ഇപ്പോൾ നമ്മൾ വന്ന ബാക്കിലൂടെയാണ്. വീട് കാണുന്നില്ല, നല്ല വൃത്തിയിൽ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ വെള്ളം മുക്കിയ ഇവിടുത്തെ കിണർ കണ്ടില്ലേ, കിണറാണിത് കേട്ടോ.
നമ്മൾ പണ്ട് കാലത്തുള്ള കിണറാണ്. ഇത് എത്രത്തോളം താഴ്ചയുണ്ട് എന്ന് നമുക്കറിയില്ല. ഇത് നമ്മൾ പെട്ടെന്ന് കണ്ടില്ല കേട്ടോ. കുറേ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇവരെ വെള്ള സൗകര്യം എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പണ്ടത്തെ പാമ്പീരിയൊക്കെ കയറിയ കിണറാണ്. ഒരുപാട് പഴക്കമുള്ള നല്ല വെള്ളമാട്ടോ ഇതിലുള്ളത്. ഇതാണ് നമ്മുടെ കിണർ കേട്ടോ. കിണറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ പോയി നോക്കുമ്പോഴാണ് കിണർ കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് വെള്ളത്തിൻ്റെ സൗകര്യം എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ പണ്ട് കാലത്തുള്ള, എനിക്ക് തോന്നുന്നു പാമ്പീരി കയറിയിട്ടായിരുന്നു അന്ന് കിണറുണ്ടാക്കിയത്. വലിയ താഴ്ചയൊന്നുമില്ല, കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ താഴ്ചേൻ്റെ ആവശ്യമില്ല തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല വെള്ളം അതിൽ കാണുന്നുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇവിടെയൊക്കെ റബ്ബർ വെട്ടുന്നവരൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം അത്രയും അറിയാത്തവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ കിണർ കാണില്ല. ഉണ്ട് നമ്മുടെ പൊളിഞ്ഞ് അങ്ങെത്തിക്കുന്നു. പൊളിഞ്ഞ് വീട് മൊത്തം മണ്ണിലാണ്. അതായത് കണ്ട നല്ല ഒരു പഴഞ്ചൻ തറവാട് ലുക്ക്, റബ്ബറുകൾക്കിടയിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പഴഞ്ചൻ വീടുകളും പഴഞ്ചൻ തറവാടുകളൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. താങ്ക് യു. ഉണ്ട് നമ്മുടെ പൊളിഞ്ഞ് അങ്ങെത്തിക്കുന്നു. പൊളിഞ്ഞ് വീട് മൊത്തം മണ്ണിലാണ്. അതായത് കണ്ട നല്ല ഒരു പഴഞ്ചൻ തറവാട് ലുക്ക്, റബ്ബറുകൾക്കിടയിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പഴഞ്ചൻ വീടുകളും പഴഞ്ചൻ തറവാടുകളൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. താങ്ക് യു.